പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അബ്ദുള്ള രണ്ടാമൻ ഇബ്നു അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരം ശ്രീ മോദി ജോർദാൻ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഇന്ത്യ ജോർദാൻ സൗഹൃദത്തിന്റെ സുപ്രധാന സ്തംഭമാണ്. തുണിത്തരങ്ങൾ, ഉൽപാദനം തുടങ്ങിയ മേഖലകളിലായി ജോലി ചെയ്യുന്ന 17,500-ലധികം ഇന്ത്യൻ പ്രവാസികളുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ജോർദാൻ. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ഈ സമൂഹം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അബ്ദുള്ള രാജാവുമായും ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസനുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യ ജോർദാൻ ബന്ധത്തിന് നിർണായക സംഭാവനകൾ നൽകിയ അമാനിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി കാണും. അമാനിൽ നിന്ന് പ്രധാനമന്ത്രി എത്യോപ്യയുടെ തലസ്ഥാനമായ ആഡിസ് അബാബയിലേക്ക് പോകും. ആഡിസ് അബാബയിൽ എത്യോപ്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ അബി അഹമ്മദ് അലിയുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഡിസംബർ 17-ന് ശ്രീ മോദി ഒമാനിലെ മസ്കറ്റിലെത്തും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷിക വേളയിലാണ് സന്ദർശനം. ഒമാൻ സുൽത്താനുമായി ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും.